നോളന്റെ ദി ഒഡീസി സിനിമ തിയേറ്ററിലെത്തിയതിനു ശേഷം രാമായണവുമായി താരതമ്യം ചെയ്ത് കഥ മോഷ്ടിച്ചുവെന്ന ആരോപണം ഉന്നയിക്കുകയാണ് ഇവിടെ ചിലർ. ഒന്ന് ഗ്രീക്ക് ഇതിഹാസ കൃതിയായ ദി ഒഡീസി, മറ്റൊന്ന് ഇന്ത്യൻ ഇതിഹാസമായ രാമായണം. ആദ്യ നോട്ടത്തിൽ ഈ രണ്ട് കഥകളും പരസ്പരം യാതൊരു ബന്ധവുമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അമ്പരപ്പിക്കുന്നത്ര സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ദ ഒഡീസി പറയുന്നത് ട്രോജൻ യുദ്ധത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന രാജാവായ ഒഡീസിയസിന്റെ കഥയാണ്. മറുവശത്ത് രാമായണം പറയുന്നത് അയോധ്യയുടെ യുവരാജാവായ ശ്രീരാമന്റെ കഥയാണ്. ട്രോജൻ യുദ്ധത്തിന് ശേഷം രാജാവായ ഒഡീസിയസ് തന്റെ ജന്മനാടായ ഇത്താക്കയിലേക്ക് മടങ്ങാൻ 10 വർഷത്തോളം സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. വഴിയിൽ ഭീകര ജീവികളോടും ദൈവകോപത്തോടുമൊക്കെ പോരാടുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് പോവുകയും വനങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സീതയെ വീണ്ടെടുക്കാൻ സമുദ്രത്തിനു കുറുകെ പാലം പണിത് രാവണനോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് രാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നത്. രണ്ട് നായകന്മാരും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നാണ് യാത്ര പൂർത്തിയാക്കുന്നത്. ഈ രണ്ട് കഥകളിലും നായകന്റെ ദുരിത യാത്രയ്ക്ക് പിന്നിൽ ഒരു ശാപം കൂടിയുണ്ട്. രാമായണത്തില് ദശരഥ മഹാരാജാവ് അബദ്ധത്തിൽ ഒരു മുനിയുടെ മകനായ ശ്രവണകുമാരനെ അമ്പെയ്തു കൊല്ലുന്നു. ദുഃഖിതനായ പിതാവ് ദശരഥനെ ശപിക്കുന്നു. നീയും നിന്റെ മകനിൽ നിന്ന് വേർപെട്ടുകൊണ്ടായിരിക്കും മരിക്കുക. ആ ശാപമാണ് പിന്നീട് ശ്രീരാമന്റെ വനവാസത്തിനും ദശരഥന്റെ മരണത്തിനും കാരണമാവുന്നത്. ദ ഒഡീസിയിലേക്ക് വന്ന ഒഡീസിയസ് ഒരു കണ്ണുള്ള ഭീമനായ സൈക്ലോപ്സ് പോളിഫീമസിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു. കടലിന്റെ ദേവനായ പോസൈഡന്റെ മകനാണ് പോളിഫീമസ്. മകന്റെ അവസ്ഥ കണ്ട പോസൈഡൻ ഒഡീസിയസിനെ ശപിക്കുന്നു. നീ വീട്ടിലെത്തും, പക്ഷെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ശേഷം മാത്രം. അങ്ങനെ ഒഡീസിയസിന്റെ മടക്കയാത്ര 10 വർഷം നീളുന്നു. രാമന്റെ വനവാസം 14 വർഷം നീണ്ടതുപോലെ. ദി ഒഡീസിയിൽ തന്റെ ഭാര്യ പെനലോപ്പിയെ തിരിച്ചുപിടിക്കാനായി ഒഡീസിയസ് വേഷപ്രച്ഛന്നനായി വരികയും അവിടെയുള്ള മറ്റാർക്കും ഉയർത്താൻ പോലും കഴിയാതിരുന്ന ഒരു ഭീമൻ വില്ലെടുത്ത് കുലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ രാമായണത്തിലെ സീതാ സ്വയംവരത്തോടാണ് സിനിമ കണ്ടവരിൽ പലരും ഉപമിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് രാജകുമാരന്മാർക്കൊന്നും തന്നെ ചലിപ്പിക്കാൻ പോലും കഴിയാതിരുന്ന ശിവധനുസ് ശ്രീരാമനെടുത്ത് കുലച്ച് ഒടുവിൽ അത് ഒടിക്കുന്നതാണ് രാമായണത്തിലെ കഥ. തടവിലാക്കപ്പെട്ട രാജ്ഞിമാർ രണ്ട് കഥകളിലും തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിശ്വസ്തത പുലർത്തിയിരുന്നവരാണ്. രാമായണത്തിൽ ലങ്കയിൽ രാവണന്റെ തടവിലായിരുന്നിട്ടും സീത രാവണന്റെ പ്രലോഭനങ്ങളെല്ലാം നിരസിച്ചിരുന്നു. ഒഡീസിയിൽ പെനലോപ്പിയും തന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന വിവാഹപ്രതനക്കാരെ നിരസിക്കുന്നതും കാണാം. പുരാതന ഗ്രീസും ഇന്ത്യയും വ്യാപാര പാതകളിലൂടെ ബന്ധപ്പെട്ട് കിടന്നിരുന്നവയാണ്. അതുകൊണ്ട് കഥകൾ സംസ്കാരങ്ങൾക്കിടയിൽ സഞ്ചരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനുള്ള വ്യക്തമായ ചരിത്ര തെളിവുകളൊന്നും ഇവിടെയില്ല. ലോകത്തിലെ മഹത്തായ നാഗരികതകൾ പരസ്പരം ബന്ധമില്ലാതെ ഒരേ തരത്തിലുള്ള കഥകൾ സൃഷ്ടിച്ചിരിക്കാം എന്നതാണ് മറ്റൊരു സാധ്യത. സാമ്യതകൾ ചിലർ ചർച്ചയാക്കുമ്പോൾ ഒഡീസി രാമായണത്തിന്റെ കോപ്പിയടിയാണെന്ന് പോലും അവകാശപ്പെടുന്നവരുണ്ട്. എന്താണ് സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം?
നോളന്റെ ദി ഒഡീസി സിനിമ തിയേറ്ററിലെത്തിയതിനു ശേഷം രാമായണവുമായി താരതമ്യം ചെയ്ത് കഥ മോഷ്ടിച്ചുവെന്ന ആരോപണം ഉന്നയിക്കുകയാണ് ഇവിടെ ചിലർ. ഒന്ന് ഗ്രീക്ക് ഇതിഹാസ കൃതിയായ ദി ഒഡീസി, മറ്റൊന്ന് ഇന്ത്യൻ ഇതിഹാസമായ രാമായണം. ആദ്യ നോട്ടത്തിൽ ഈ രണ്ട് കഥകളും പരസ്പരം യാതൊരു ബന്ധവുമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അമ്പരപ്പിക്കുന്നത്ര സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ദി ഒഡീസി പറയുന്നത് ട്രോജൻ യുദ്ധത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന രാജാവായ ഒഡീസിയസിന്റെ കഥയാണ്. മറുവശത്ത് രാമായണം പറയുന്നത് അയോധ്യയുടെ യുവരാജാവായ ശ്രീരാമന്റെ കഥയാണ്. ട്രോജൻ യുദ്ധത്തിന് ശേഷം രാജാവായ ഒഡീസിയസ് തന്റെ ജന്മനാടായ ഇത്താക്കയിലേക്ക് മടങ്ങാൻ 10 വർഷത്തോളം സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. വഴിയിൽ ഭീകര ജീവികളോടും ദൈവകോപത്തോടുമൊക്കെ പോരാടുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് പോവുകയും വനങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സീതയെ വീണ്ടെടുക്കാൻ സമുദ്രത്തിനു കുറുകെ പാലം പണിത് രാവണനോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് രാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നത്. 2 നായകന്മാരും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നാണ് യാത്ര പൂർത്തിയാക്കുന്നത്. ഈ 2 കഥകളിലും നായകന്റെ ദുരിത യാത്രയ്ക്ക് പിന്നിൽ ഒരു ശാപം കൂടിയുണ്ട്. രാമായണത്തില് ദശരഥ മഹാരാജാവ് അബദ്ധത്തിൽ ഒരു മുനിയുടെ മകനായ ശ്രവണകുമാരനെ അമ്പെയ്തു കൊല്ലുന്നു. ദുഃഖിതനായ പിതാവ് ദശരഥനെ ശപിക്കുന്നു. നീയും നിന്റെ മകനിൽ നിന്ന് വേർപെട്ടുകൊണ്ടായിരിക്കും മരിക്കുക. ആ ശാപമാണ് പിന്നീട് ശ്രീരാമന്റെ വനവാസത്തിനും ദശരഥന്റെ മരണത്തിനും കാരണമാവുന്നത്. ദ ഒഡീസിയിലേക്ക് വന്ന ഒഡീസിയസ് ഒരു കണ്ണുള്ള ഭീമനായ സൈക്ലോപ്സ് പോളിഫീമസിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നു. കടലിന്റെ ദേവനായ പോസൈഡന്റെ മകനാണ് പോളിഫീമസ്. മകന്റെ അവസ്ഥ കണ്ട പോസൈഡൻ ഒഡീസിയസിനെ ശപിക്കുന്നു. നീ വീട്ടിലെത്തും, പക്ഷെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ശേഷം മാത്രം. അങ്ങനെ ഒഡീസിയസിന്റെ മടക്കയാത്ര 10 വർഷം നീളുന്നു. രാമന്റെ വനവാസം 14 വർഷം നീണ്ടതുപോലെ. ദി ഒഡീസിയിൽ തന്റെ ഭാര്യ പെനലോപ്പിയെ തിരിച്ചുപിടിക്കാനായി ഒഡീസിയസ് വേഷപ്രച്ഛന്നായി വരികയും അവിടെയുള്ള മറ്റാർക്കും ഉയർത്താൻ പോലും കഴിയാതിരുന്ന ഒരു ഭീമൻ വില്ലെടുത്തു കുലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ രാമായണത്തിലെ സീതാ സ്വയംവരത്തോടാണ് സിനിമ കണ്ടവരിൽ പലരും ഉപമിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് രാജകുമാരന്മാർക്കൊന്നും തന്നെ ചലിപ്പിക്കാൻ പോലും കഴിയാതിരുന്ന ശിവധനുസ് ശ്രീരാമനെടുത്തു കുലച്ച് ഒടുവിൽ അത് ഒടിക്കുന്നതാണ് രാമായണത്തിലെ കഥ. തടവിലാക്കപ്പെട്ട രാജ്ഞിമാർ 2 കഥകളിലും തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിശ്വസ്തത പുലർത്തിയിരുന്നവരാണ്. രാമായണത്തിൽ ലങ്കയിൽ രാവണന്റെ തടവിലായിരുന്നിട്ടും സീത രാവണന്റെ പ്രലോഭനങ്ങളെല്ലാം നിരസിച്ചിരുന്നു. ഒഡീസിയിൽ പെനലോപ്പിയും തന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന വിവാഹഭ്യർത്ഥനക്കാരെ നിരസിക്കുന്നതും കാണാം. പുരാതന ഗ്രീസും ഇന്ത്യയും വ്യാപാര പാതകളിലൂടെ ബന്ധപ്പെട്ട് കിടന്നിരുന്നവയാണ്. അതുകൊണ്ട് കഥകൾ സംസ്കാരങ്ങൾക്കിടയിൽ സഞ്ചരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനുള്ള വ്യക്തമായ ചരിത്ര തെളിവുകളൊന്നും ഇവിടെയില്ല. ലോകത്തിലെ മഹത്തായ നാഗരികതകൾ പരസ്പരം ബന്ധമില്ലാതെ ഒരേ തരത്തിലുള്ള കഥകൾ സൃഷ്ടിച്ചിരിക്കാമെന്നതാണ് മറ്റൊരു സാധ്യത. സാമ്യതകൾ ചിലർ ചർച്ചയാക്കുമ്പോൾ ഒഡീസി രാമായണത്തിന്റെ കോപ്പിയടിയാണെന്ന് പോലും അവകാശപ്പെടുന്നവരുണ്ട്. എന്താണ് സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം?